എടാ ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ജംഷഡ്പൂർ എഫ് സി ഒരു ചരിത്രമാകാൻ വേണ്ടി പോവുകയാണ്. കാരണം വെച്ചാൽ ജംഷഡ്പൂർ എഫ് സി ഇനി ISLിലേക്കില്ല. ജംഷഡ്പൂർ എഫ് സിയുടെ 12 താരങ്ങളെയും പിന്നെ 2 കോച്ചേഴ്സിനും പിന്നെ ലൈസൻസും അടക്കം 100 രൂപക്കും കഴിക്കും. വെറും തുച്ഛമായ 100 രൂപക്കും കഴിക്കാണ് ചർച്ചിൽ ബ്രദേഴ്സ് വാങ്ങിയിരിക്കുന്നത്. ഇനി മുതൽ ചർച്ചിൽ ബ്രദേഴ്സ് പണ്ടത്തെ I ലീഗിലെ ക്ലബും കഴിക്കായിരുന്നു. പണ്ട് കുറെ ചൊറകൾ ഉണ്ടായിരുന്നു ചർച്ചിൽ ബ്രദേഴ്സും ഇന്റർകാശി I ലീഗും ഒക്കെ തമ്മിൽ. പല പല രാഷ്ട്രീയ ഇടപാടുകൾ നടന്നിനും പക്ഷേ ലാസ്റ്റായി ന്യായം ജയിച്ചു. അങ്ങനെ ചർച്ചിൽ ബ്രദേഴ്സ് ISLിലേക്ക് വരുവാണ്. ഇപ്പൊ I ലീഗ് 3ലേക്ക് എന്താ പറയാ പോയെ റെലഗേറ്റ് ആയ ടീം കഴിക്കാൻ ഡയറക്റ്റ് ISLിലേക്ക് വരുന്നത്. ജംഷഡ്പൂരിന്റെ ലൈസൻസ് 100 രൂപക്ക് വാങ്ങിക്കൊണ്ട് ഇതിന്റെ ബാക്കിലെ കളികൾ എന്തൊക്കെ കളികൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യ ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്ന എനിക്കാണെങ്കിൽ മനസ്സിലാവും. എന്തെങ്കിലും നടക്കട്ടെ, നമ്മളൊന്നും കാണുന്നില്ലേ കേൾക്കുന്നില്ലാണ്ട് നിൽക്കാം. ISL ഇന്ത്യൻ ഫുട്ബോൾ ഒരു സംശയമില്ല ഡൗൺഗ്രേഡിലേക്കാണ് പോകുന്നത്. ഇനി ഇത് എന്തെല്ലാം AFC കപ്പിലൊന്നും ഇന്ത്യ കളിക്കുന്നില്ല കേട്ടെ. കല്യാൺ ചൗബന്റെ അച്ഛനെ കളിപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നത്.